പരിശുദ്ധമായ റമളാൻ മാസം ഉമ്മ, ഇതുപോലെ ഒരു മാസം നിനക്ക് കിട്ടുമോ ഉമ്മ? ആർക്കും കിട്ടാത്ത ഒരു മാസമല്ലേ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച പ്രവാചകരാണ്. ഒരിക്കലും മൂസാ നബി പടച്ചവനോട് ചോദിക്കുന്നു, പടച്ചവനെ നീ എന്നോട് സംസാരിച്ച പ്രവാചകനാണ്, അല്ലാഹുവേ നീ എന്നെ ബഹുമാനിച്ച് തമ്പുരാറ്, നിന്റെ ശബ്ദം ഞാൻ കേട്ടു തമ്പുരാറ്, ഞാൻ നിന്നിലേക്ക് അത്രയ്ക്കും അടുത്തവനാ തമ്പുരാറ്, എന്നെക്കാളും നിന്നിലേക്ക് അടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലാ? മൂസാ നബി ചോദിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് പടച്ചവനെ വഹി അറിയിച്ചു കൊടുക്കുകയാണ്. അവിടെന്ന് പറയുന്ന മൂസാ, ആഖിറു സമാനാകുമ്പോൾ ഒരു കാലഘട്ടം, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിൽ ഒരു സമുദായം കടന്നു വരുന്നുണ്ട്. അതാ അവസാനം ഒരു സമുദായം കടന്നു വരുന്നുണ്ട്. അവര് നിന്നെക്കാളും എന്നിലേക്ക് അടുത്തവരാണ്. എങ്ങനെയാണ് അടുക്കുന്നതെന്നറിയുമോ? അവർക്ക് റമളാൻ എന്ന് പറയുന്ന ഒരു മാസം ഞാൻ കൊടുക്കും മൂസാ. റമളാൻ എന്ന് പറയുന്ന ഒരു മാസം കൊടുത്ത് ഞാൻ അവരെ ബഹുമാനിക്കുകയാണ്. അവരെന്നിലേക്ക് അടുക്കുകയാണ്. നീ എന്നിലേക്ക് അടുത്തതിനേക്കാൾ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവരെന്നിലേക്ക് അടുക്കും മൂസാ. അല്ലാഹു പറയുന്നു, മൂസ നബിയേ, നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ 70,000 മറയുണ്ടായിരുന്നു മൂസാ. മൂസാ നബിയും അല്ലാഹുവും പരസ്പരം സംസാരിക്കുമ്പോൾ 70,000 മറയുണ്ടായിരുന്നു. 70,000 മറയുണ്ടായിരുന്നു. എങ്കിലും മൂസ നബിയേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിരുന്നിട്ട് വറ്റിയ തൊണ്ടയുമായി, അല്ലാഹുവേ ചുരുങ്ങിപ്പോയ കുടലുമായി, ഉണങ്ങിയ ചുണ്ടുകളുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ അവർ പട്ടിണിയിരിക്കുകയാണ്. അവരുടെ എല്ലാ മോഹങ്ങളും മാറ്റിവെക്കുകയാണ്. എന്നിട്ട് പട്ടിണിയിരുന്നിട്ട് അവസാനം നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസാന സമയമുണ്ടല്ലോ, മൂസാ അവരുടെ ഞങ്ങളുടെ ഇടയില്, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയില് ഒരു മറയുമില്ല മൂസാ. അല്ലാഹു കണ്ണിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സമയമാണ്, നോമ്പ് തുറക്കുന്ന സമയം. അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്. ഇതിനേക്കാൾ പ്രതിഫലമുള്ള ഒരു മാസമുണ്ടോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് പടച്ചുറപ്പ് നിന്നെ എന്തിനാ സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാ നിനക്ക് അനുഗ്രഹങ്ങൾ മുഴുവനും തന്നിരിക്കുന്നത്? മോനെ, പടച്ചറപ്പിനെ ആരാധിക്കാറില്ലേ? അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാറില്ലേ? ഈ റമളാൻ മാസം പോലും പള്ളിയിൽ പോകാത്തവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ജീവിതത്തിലെ എത്ര വലിയ പ്രശ്നമാകട്ടെ, ഏത് പ്രശ്നത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരം എന്താ? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. 5 നേരത്തെ നമസ്കാരമുണ്ടല്ലോ, അതാണ് നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇതാ റമളാൻ മാസമാ പൊന്നുപോലെ, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ. 70 ഫർള് നിസ്കരിച്ച കൂലിയാ. ഇന്ന് ദുഹറിന് പള്ളിയിൽ പോയി നീ നിസ്കരിക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം റമളാനല്ലാത്ത മാസങ്ങളിൽ 70 ദുഹർ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ പൊന്നുപോലെ. പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പെങ്ങളെ
ഖുർആൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. 11 മാസം TV കണ്ടവളല്ലേ, സീരിയല് കണ്ടവളല്ലേ, ആസ്വദിച്ചവളല്ലേ. ഇനിയെങ്കിലും ഒന്ന് നന്നാവ് പൊന്നുമോളെ. നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ. ഫർദ് ധരിച്ചാ മാത്രം പോരാ, കയ്യില് തസ്ബീഹ് പിടിച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചാ പോരാ, ഇൽമിന്റെ സദസ്സുകളിലേക്ക് കടന്നു വന്നാ പോരാ. പൊന്നുമോളെ, പടച്ചവന്റെ സ്വർഗത്തിൽ പറന്നു പോകേണ്ടവളാ. പറവകളെ പോലെ പറക്കണ്ടേ, സുഹദാക്കളെ പോലെ പറക്കണ്ടേ, ആയിഷ ബീവിയെ പോലെ പോകണ്ടേ, ഖദീജ ബീവിയെ പോലെ പോകണ്ടേ, നഫീസത്തുൽ മിസ്രിയെ പോലെ പോകണ്ടേ, ദിന്നൂറിൽ മിസ്രിയെ പോലെ പോകണ്ടേ, മഹദിയായ മാഷിദ ബീവിയെ പോലെ ഖബറിനകത്ത് കിടന്ന് സുഖിക്കണ്ടേ. പൊന്നുമോളെ, കരഞ്ഞോ പൊന്നുമോളെ. അത് റമളാനിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്തോതിയാല്, റമളാൻ മാസത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതിയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, ആരെങ്കിലും ഒരു ദിവസം ഒരായത്തോതിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 വർഷം നിസ്കരിച്ച പ്രതിഫലമാ പൊന്നുപോലെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ. പൊന്നുമോളെ, ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോദിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാഴാക്കാതെ ഖുർആൻ ഓദിക്കോ, റമളാനിലെ ഖത്മോദി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ, റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ